നീറ്റ് പരീക്ഷയിൽ സംഘടിത ചോദ്യപേപ്പർ ചോർച്ച തെളിഞ്ഞാൽ മാത്രമേ പുനഃപരീക്ഷയ്ക്ക് ഉത്തരവിടൂ എന്ന് സുപ്രീം കോടതി. പരീക്ഷാ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് ശനിയാഴ്ചയ്ക്കുള്ളിൽ പ്രസിദ്ധീകരിക്കാൻ കോടതി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ആവശ്യപ്പെട്ടു. ടെലഗ്രാം വഴി ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്ന് NTA കോടതിയെ അറിയിച്ചു. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. നീറ്റിൽ പുനഃപരീക്ഷ വേണമോ എന്ന വിഷയത്തിൽ തീരുമാനമെടുക്കാനായിരുന്നു സുപ്രീം കോടതി ഇന്ന് ശ്രമിച്ചത്. ഇരുവിഭാഗത്തിന്റെയും വാദം നീണ്ടതിനാൽ പക്ഷേ അതിന് സാധിച്ചില്ല. ഫലം തടഞ്ഞുവെച്ച വിദ്യാർത്ഥികളുടെ അടക്കം റാങ്ക് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കോടതി NTA അനുവദിച്ചു. ശനിയാഴ്ച വൈകുന്നേരത്തിന് മുമ്പ് റോൾ നമ്പർ പരസ്യമാക്കാതെ സെന്റർ നമ്പരും റാങ്ക് വിവരവും പ്രസിദ്ധീകരിക്കണം. പുനഃപരീക്ഷാ വിഷയത്തിൽ വാദം കേട്ട സുപ്രീം കോടതി രാജ്യവ്യാപക ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന CBI കണ്ടെത്തൽ പ്രധാനപ്പെട്ടതാണെന്ന് നിരീക്ഷിച്ചു. എല്ലായിടങ്ങളിലും ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലാത്തതിനാൽ സമ്പൂർണ്ണ പുനഃപരീക്ഷ പ്രസക്തമാകുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കാൻ വാദിഭാഗത്തോട് നിർദ്ദേശിച്ചു. CBI സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങൾ പൂർണ്ണമായി പുറത്തുവിടാൻ സാധ്യമല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പുനഃപരീക്ഷ ആവശ്യപ്പെടുന്ന ഹർജിക്കാരായ കുട്ടികളുടെ യോഗ്യതാ പരീക്ഷയിലെ സ്ഥാനങ്ങൾ സംബന്ധിച്ച വിവരം സുപ്രീം കോടതി ആരാഞ്ഞു. ചോദ്യപേപ്പർ ടെലിഗ്രാം വഴി ചോർന്നെന്ന വാദം തെറ്റാണെന്ന് NTA കോടതിയെ അറിയിച്ചു. പരീക്ഷ കഴിഞ്ഞതിനു ശേഷമാണ് ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. മദ്രാസ് IIT റിപ്പോർട്ടിനെ ഒരു വിഭാഗം ഹർജിക്കാർ ചോദ്യം ചെയ്തു. NTA അംഗമാണ് മദ്രാസ് IIT ഡയറക്ടർ. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുൻപ് വാദം പൂർത്തിയാക്കണമെന്ന് ഇരുവിഭാഗത്തോടും ആവശ്യപ്പെട്ട കോടതി അന്ന് പുനഃപരീക്ഷാ വിഷയത്തിൽ തീരുമാനം കൈക്കൊള്ളാമെന്നും വ്യക്തമാക്കി. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.